ട്രംപറ്റ് ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വടക്കേ ഇന്ത്യയുടെ അപ്പോസ്തലനായ ഡോക്ടർ PG വർഗീസിന്റെ മിഷണറി ഗാഥ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അദ്ദേഹത്തെ നടത്തിയ നിരവധി അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. തുടർന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. പ്രിയ PG അങ്കിൾ, അങ്ങേക്ക് വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. കാശ്മീരിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ക്യാപ്റ്റൻ AM സാമുവൽ അങ്ങുമായി വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ളതായ ബന്ധത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകൾ ഒന്ന് പറയാമോ? ഉധംപൂർ ചർച്ചിൽ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്യാപ്റ്റൻ സാമുവൽ ട്രാൻസ്ഫറായിട്ട് അവിടെ വന്നത്. അദ്ദേഹം അവിടെ നടന്ന ഒരു കൺവെൻഷനിൽ ഞാൻ അവിടെ ചെന്ന കൺവെൻഷൻ സംബന്ധിച്ചു. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലിരുന്നിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം, അദ്ദേഹത്തിൻ്റെ വണ്ടിയിലിരുന്നു രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ 2 സന്ധ്യയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു രാത്രി അവിടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു നേരം ആഹാരം കഴിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് അത്രമാത്രമേ അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളൂ. 2 സന്ധ്യയ്ക്ക് അവിടെ പ്രാർത്ഥിച്ചു, ഒരു രാത്രി അവിടെ താമസിച്ചു, ഒരു നേരത്തെ ആഹാരം കഴിച്ചു. അത് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങി. കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ജോലി രാജിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനം തുടങ്ങി. അങ്ങനെ അതിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടുതലും മലയാളികളാണ്. അതിൻ്റെ സീക്രട്ട് എന്താണ്? ദൈവം ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം അവരെ പ്രേരിപ്പിക്കുന്നു, ആളുകളെ സഹായിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന് കഴിഞ്ഞ വർഷം വന്നതിൽ 82% രൂപ ഇന്ത്യക്കാരുടെയാണ്, 18% സായിപ്പന്മാരുടെ. 82%-ത്തിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 70% മലയാളികളുടേതായിരിക്കും. ഇവിടെയുള്ളവർ, ഗൾഫിലുള്ളവർ, അമേരിക്കയിലുള്ളവർ. ഞാൻ മലയാളി ആയതുകൊണ്ടായിരിക്കാം എന്നെ സ്നേഹിക്കുന്നത്. പക്ഷേ എനിക്കിത്രേ പറയാനുള്ളൂ, ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു, അവരെന്നെ സഹായിക്കുന്നു, അല്ലാതെ മറ്റു കാരണമൊന്നും ഞാൻ കാണുന്നില്ല. മറ്റ് സുവിശേഷകരിൽ നിന്നും അങ്ങയിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അങ്ങയുടെ മിക്കവാറും പത്രാധിപക്കുറിപ്പുകളിലും പുസ്തകങ്ങളിലും സുവിശേഷകന്മാർ പാലിക്കേണ്ടതായ ഭക്ഷണക്രമത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും പൊതുവിജ്ഞാനത്തെക്കുറിച്ചുമുള്ള നിരവധി രസകരമായിട്ടുള്ള വിജ്ഞാനപ്രദമായ കുറിപ്പുകൾ കാണാം. ഇന്ന് ആത്മീയരുടെ ഇടയിൽ പൊതുവെ ഒരു ധാരണയുണ്ട്, ഉപദേശിമാർക്ക്, സുവിശേഷകന്മാർക്ക് അവർ വ്യായാമം ചെയ്യുന്നത് പാപമാണ്, ഭക്ഷണം കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് നിയന്ത്രണം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നതായ വലിയൊരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി അങ്ങ് മുൻകൈ എടുക്കുന്നത്? ഞാൻ പല കോൺഫറൻസുകളിലും ചെല്ലുമ്പോൾ ദൈവദാസന്മാർ ആഹാരം കഴിക്കുന്നതിനകത്ത് കാണിക്കുന്ന മാതൃകയില്ലാത്ത പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പലരും ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വളരെ ചിട്ടയുള്ള ഒരു കുടുംബമായിരുന്നു. എൻ്റെ പപ്പ, അമ്മച്ചി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, കൈ ഇങ്ങനെ വെച്ചിട്ട് ചോറുണ്ണണം, ചോറുണ്ട് കഴിഞ്ഞ് വെച്ച് വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മച്ചി പറയുന്നൊരു ഉപദേശമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുരികം ഇങ്ങനെ ഒതുക്കി വെക്കണം, കാണാനൊരു സ്റ്റൈലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങിയിരിക്കുന്നതിനേക്കാൾ കൊച്ചു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് എൻ്റെ അമ്മച്ചി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ കുറവുകളും ഞാൻ ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കും. ഞാൻ എൻ്റെ ലീഡർമാരെ വളർത്തിയെടുക്കുന്നത് അങ്ങനെയാണ്. അവർ പ്രസംഗിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കും. എൻ്റെ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കും, എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴും 2 പേന കാണും. ഞാൻ എഴുതി വെക്കും, നിന്നത് ശരിയായില്ല. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് പഞ്ചാബിലൊരു കോൺഫറൻസ് നടക്കുന്ന സമയത്ത് പെൺകുട്ടികൾ വന്നിട്ട് നൃത്തം ചെയ്ത ഉടനെ തന്നെ ഞാൻ അവരുടെ പാസ്റ്റർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതിനകത്ത് ഒരു പെൺകുട്ടി കാല് വെച്ചിരുന്ന അകലം അല്പം കൂടുതലായിരുന്നു. ഞാൻ പറഞ്ഞു 12 ഇഞ്ച് ഒരു തള്ളവിരലിൽ നിന്നും മറ്റേ തള്ളവിരലിലേക്ക് 12 ഇഞ്ചേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിൽക്കുമ്പോൾ ചില അരോചകമായിട്ട് തോന്നും. ഒരിടത്തൊരു ദൈവദാസൻ എൻ്റെ യൂട്യൂബിനകത്തുണ്ട്, ഉപദേശിമാരറിയാനുള്ള, സുവിശേഷ വേലക്കാരറിയാനുള്ള കാര്യങ്ങൾ.
ഒരിടത്തൊരു സുവിശേഷ വേലക്കാരൻ ചെന്നു സുവിശേഷം പ്രസംഗിച്ചു. ഒരു വീട്ടിൽ ചെന്ന് ചോറുണ്ട് കഴിഞ്ഞും വെച്ച് അദ്ദേഹം കൈ കഴുകാൻ ചെന്നപ്പോൾ മഗ്ഗിനകത്ത് വെള്ളം എടുത്തു കൊടുത്തു. പൈപ്പില്ലാത്ത വീടായിരുന്നു. ആ സുവിശേഷ വേലക്കാരൻ തൻ്റെ വെച്ചിരുന്ന പല്ലെടുത്ത് കഴുകിയിട്ട് ആ മഗ്ഗിനകത്തോട്ടിട്ട് അങ്ങ് കഴുകി. ആ വീട്ടുകാർക്കും കണ്ടു നിന്നവർക്കും ഒക്കെ വളരെ എന്താ കാര്യം ആരും പറഞ്ഞു കൊടുത്ത് കാണത്തില്ല. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ആളുകൾ എന്നോട് ചെറുതായിട്ട് ചിലർ പിണങ്ങിയിട്ടുണ്ട്. ഒരാളുടെ ഇംഗ്ലീഷ് ഞാൻ കറക്റ്റ് ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ ഒക്കെ പിണങ്ങി. വേറൊരാളുടെ ഞാൻ പറഞ്ഞു ബ്രദറിൻ്റെ വേർപ്പ് നാറുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒക്കെ പിണങ്ങി. പക്ഷേ പിണങ്ങാത്തവരാണ് അധികം പേരും. ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണ് മുണ്ടുകൊടുക്കേണ്ടത്, എങ്ങനെയാണ് പാൻറ് ഇടേണ്ടത്, എങ്ങനെയാണ് പാൻറ്റിനകത്ത് ഷർട്ട് ഇടേണ്ടത്, ഇതൊക്കെ അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട്. അറിയാവുന്നവർ വളരെ പേരുണ്ട്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അമ്മച്ചി എന്നെ പഠിപ്പിക്കുമായിരുന്നു, ഞാനും എൻ്റെ മക്കളെ പഠിപ്പിക്കും. ആഹാരം കഴിക്കും ഏമ്പക്കം വിടാൻ പാടില്ല. നമ്മളെ ആളുകളൊക്കെ ഏമ്പക്കം വിടുന്ന ആരും പണ്ട് നമ്മുടെ നാട്ടിൽ നല്ലതായിരുന്നു. ഏതാ ശരി, രണ്ടും ശരിയാണ്. പക്ഷേ ഇന്നത്തെ സംസ്കാരത്തിനകത്ത് പാടില്ല. അപ്പോൾ ആളുകളെ പറഞ്ഞു കൊടുക്കും. അതുപോലെയാണ് അനേകം പേരും രോഗികളാകുന്നത്. അച്ഛൻ ഒരു കാര്യം ചെയ്താട്ടെ, അടുത്ത പെന്തിക്കോസുകാരുടെ മാസികകൾ 2-3 എടുത്തു നോക്കിയാട്ടെ. അതിനകത്ത് മരിക്കുന്ന ദൈവദാസന്മാർ മിക്കവാറും എല്ലാവരും 56 മുതൽ 65 വയസ്സ് വരെയുള്ളവരാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ മരിക്കുന്നത്? അവരുടെ ആഹാരക്രമം തെറ്റുന്നത് കൊണ്ടാണ്. അവർ ആഹാരത്തിനകത്ത് കഴിക്കാതെ ആ ബീഫും കഴിച്ചു, കേരള പൊറോട്ടയും കഴിച്ചു, ഈ ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ കഴിക്കത്തില്ല, വെജിറ്റബിൾസ് കഴിക്കത്തില്ല, അതുപോലെ വ്യായാമം ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. വേദപുസ്തകത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ ചെയ്യണമെന്നാണ്. ആഹാരം യേശുക്രിസ്തു ഇറച്ചി കഴിച്ചിട്ടില്ല. അച്ഛനത് ശ്രദ്ധിച്ചു കാണും. യേശുക്രിസ്തു ഇറച്ചി കഴിച്ചിട്ടുണ്ട്. പെസഹ ദിവസം ഇറച്ചി കഴിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഇറച്ചി കഴിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അബ്രഹാം കഴിക്കുമായിരുന്നു. കാരണം അവരൊക്കെ ആടിൻ്റെ പുറകെ ഓടുന്നവരാണ് അന്നത്തെ ശരീരസ്ഥിതിക്ക്. എന്നാൽ യേശുവിൻ്റെ കാലം വന്നപ്പോൾ അപ്പവും മീനും മത്സ്യം. കാരണം ഇറച്ചി ശരീരത്തിന് ദോഷം ചെയ്യുന്നു. അത് വിചാരിച്ച് കഴിക്കരുതെന്നാണോ? അല്ല, ലിമിറ്റ് ചെയ്യാം. അപ്പം ഞാനിതെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പലസ്തീൻ ഫുഡാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ്. അത് നമ്മൾ കഴിക്കണം, ലിമിറ്റ് ചെയ്ത് കഴിക്കണം, നമ്മുടെ ശരീരത്തിന് ആവശ്യം. കാരണം ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ഏതൻ ഗാർഡനിൽ ജോലി ചെയ്യാനാണ്, അല്ലാതെ ഡെസ്കയിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യാനും എയർ കണ്ടീഷൻ മുറിക്കാതിരിക്കാനും അല്ല, ചൂടുള്ള സ്ഥലത്ത് ഇരിക്കണം. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് പഠിച്ചാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:50 ആകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് നടക്കാൻ പോകും. ഒരു വലിയ കോമ്പൗണ്ടിൻ്റെ 3 വശത്തും അതിവേഗത്തിൽ നടക്കും. ഒരു വശം നീളത്തിൽ ഓടും. എന്നിട്ട് പിന്നെ നടക്കും, പിന്നെ ഓടും. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ താമസിക്കുന്ന ഒരു 15ാമത്തെ നിലയിലാണ്. 4 നില ഞാൻ ഓടിക്കയറും. എന്നിട്ട് ഞാൻ വേർത്തിട്ടാണ് കയറി വരുന്നത്. കാരണം ദൈവം എനിക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്താൽ മരിക്കത്തില്ലെന്ന് പറയുന്നു? ഇല്ല. ഇതൊക്കെ ചെയ്യാത്തൊരു ദീർഘകാലം ജീവിക്കത്തില്ലെന്ന് പറയുന്നു? ഇല്ല. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി അനുസരിച്ച് നമ്മുടെ ആഹാരം നിയന്ത്രിക്കുകയും മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യുകയും മാന്യമായിട്ട് സംസാരിക്കുകയും ചെയ്യേണ്ടത് ചെയ്താൽ ദൈവനാമം മഹത്വപ്പെടും. അതുപോലെ ഞങ്ങളുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, പിശാചിന്റെ മുമ്പിൽ നിന്ന് പോലും നെഞ്ചത്ത് കൈവച്ച് കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തനായി ഞാൻ പ്രവർത്തിച്ചു വന്ന സാക്ഷ്യം പറയുവാൻ കഴിയും. ഇന്നത്തെ കാലത്ത് പലർക്കും അങ്ങനെ ഒരു പ്രസ്താവന നടത്തുവാൻ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വിശ്വസ്തന്മാർ കുറയുന്ന ഒരു കാലഘട്ടമാണ്. ഇറങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ദൈവത്തോട് ഇത്രമാത്രം വിശ്വസ്ത പുലർത്തുവാൻ, അതിലല്പം പോലും ഭംഗം വരാതിരിക്കുവാൻ അങ്ങേ പ്രേരിപ്പിക്കുന്നതായ ആ ഘടകമെന്ന്? ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് പറയാനുള്ള തൻ്റെ ഇടം എനിക്കില്ല. ദൈവത്തിൻ്റെ മുമ്പ് നിന്നാൽ ഞാൻ കുറച്ചുകൂടെ പ്രവർത്തിക്കാമായിരുന്നു. കുറച്ചുകൂടെ ഞാൻ ഒരു വർഷത്തിൽ 300 ദിവസത്തോളം ഞാൻ മിഷൻ ഫീൽഡിലാണ്. വിദേശ രാജ്യം എന്നെ ആകർഷിക്കുന്നില്ല. എനിക്ക് ഇന്ത്യയിലെ ഗ്രാമങ്ങളാണ് കുറച്ചുകൂടെ ഇഷ്ടം. അവിടെ പോയി കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഭാര്യ ഹാപ്പിയാണ്, എൻ്റെ മക്കളും ഹാപ്പിയാണ്. എന്നാൽ പിശാചിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാം, ഒരാൾ എൻ്റെ കയ്യിൽ വന്നിട്ട് ചോദിച്ചു, റാന്നിയിൽ അച്ചായൻ എൻ്റെ കയ്യിൽ വന്നിരുന്ന വെച്ച് ചോദിച്ചു. എൻ്റെ അവിടെ വന്നു. അദ്ദേഹം പലയിടത്തും ഇവിടുന്ന് കാശ്മീർ വരെ പോയിട്ട് എല്ലായിടവും കണ്ടു കഴിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, വർഗീസ് ബ്രദറെ, ഈ വേല ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ കെട്ടിപ്പൊക്കിയെടുത്തു? സാധാരണക്കാർക്ക് ഒന്നുകിൽ IPCയുടെ അസംബ്ലി സഭോട് സഭയുടെ അല്ലെങ്കിൽ മർത്തോമ സഭയുടെ ഏതെങ്കിലും ഒരു സപ്പോർട്ട് കാണും. ഇതൊന്നുമില്ലാത്ത ബ്രദർ ഇതെങ്ങനെ കെട്ടിപ്പൊക്കിയെടുത്തു? ആദ്യം കേട്ട ഒരു ചോദ്യമായിരുന്നു. ഞാൻ അല്പനേരം ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഐ ട്രൈഡ്. എന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഐ ട്രൈഡ് വെൽ. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ കട്രായിൽ ചെന്ന സമയത്ത് രാവിലെ 6:10 അവിടുത്തെ ഫസ്റ്റ് ബസ് പോകുന്നത്.
ഞാൻ തീരുമാനമെടുത്തു, ഈ ആദ്യത്തെ ബസ്സിൽ വരുന്ന തീർത്ഥാടകർ സുവിശേഷം കേൾക്കണം. അതുകൊണ്ട് ഞാൻ 6 മണിയാകുമ്പോൾ അവിടെ ചെല്ലുമായിരുന്നു. ഇന്നും ഞാനൊരു കഠിനാധ്വാനിയാണ്. ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, ഞാൻ കഠിനാധ്വാനിയാണ്. അപ്പോൾ ഞാൻ ഇന്നും പറയാൻ കഴിയും, ദൈവത്തിൻ്റെ മുമ്പാകെ പറയാനുള്ള തൻ്റെ ഇടമില്ലെങ്കിലും പ്രാഗൽഭ്യമില്ല എങ്കിലും പിശാചിൻ്റെ മുമ്പിൽ കൊണ്ട് പറയാൻ കഴിയും, ഐ ട്രൈഡ് വെൽ. അതുപോലെയാണ് എൻ്റെ കിട്ടിയ പണം. എനിക്ക് ധൈര്യത്തോടെ പിശാചിൻ്റെ മുമ്പിൽ കൊണ്ട് പറയാൻ കഴിയും, ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ പണം എൻ്റെ പോക്കറ്റിൽ പോയിട്ടില്ല. ഒരിക്കൽ പോലും ആരെങ്കിലും വഴിയിൽ വെച്ച് പോലും 10 രൂപ തന്നു കഴിഞ്ഞാൽ റെസിപ്റ്റ് എഴുതി കൈ കൊടുക്കും. അബദ്ധവശാലേ ഉള്ളൂ, ചിലപ്പം അഡ്രസ്സില്ല, പേര് മാത്രമേ കാണത്തുള്ളൂ അല്ലെങ്കിൽ. അപ്പോൾ ഐ ട്രൈഡ് വെൽ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതുവരെ പേരുദോഷം കേൾപ്പിക്കാതെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഫിലിപ്പീനിലേക്കുള്ള ഒരു സുവിശേഷ യാത്രയിൽ വിസ നിഷേധിക്കപ്പെട്ട ഒരു ബ്രാഹ്മണ ഉദ്യോഗസ്ഥനെ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് അങ്ങ് അനുഗ്രഹിച്ചതായും അദ്ദേഹം തിരികെ വിളിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തന്നതായും ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അത് എന്തായിരുന്നു ആ സംഭവം? എൻ്റെ ഫേവർ എന്ന് പറയുന്ന അടുത്ത പുസ്തകത്തിനകത്ത് ഞാനത് എഴുതിയിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ വെച്ച് 10,000 പേരുടെ ഒരു കോൺഫറൻസ് നടക്കുകയായിരുന്നു. ബില്ലി ഗ്രഹാമിൻ്റെ ഓർഗനൈസേഷനാണ് നടത്തുന്നത്. അതിനകത്ത് പോകാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി. മലയാളികൾ അധികം ഇല്ലായിരുന്നു, വളരെ ചുരുക്കം മലയാളികളെ ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു മദ്രാസിൽ വരണം, അവിടെ നിന്നാണ് പോകുന്നത്. ഞാൻ മദ്രാസിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു, അല്ല ഡൽഹിയിൽ നിന്നാണ് പോകേണ്ടത്, ഇന്ന് രാത്രി ഫ്ലൈറ്റാണ്. ഇനി ഞാൻ ഉടനെ ഡൽഹിക്ക് പോകണം, എൻ്റെ കയ്യിൽ പൈസ ഇല്ല തിരിച്ച് ഡൽഹിക്ക് പോകാനായിട്ട്. എങ്ങനെ ആയാലും ശരി, ദൈവം എന്നെ സഹായിച്ചു. ടിക്കറ്റ് എടുത്തു. സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഓഫീസർക്ക് എന്നോട് കരുണ തോന്നി. അദ്ദേഹം എന്നെ ഒത്തിരി ആളുകൾ ക്യൂ നിൽക്കുന്നതിന് ഇടയ്ക്ക് വന്ന് എന്നെ പിടിച്ച് ഫ്ലൈറ്റിനകത്തിരുത്തി ഞാൻ ഡൽഹിയിൽ ചെന്നിറങ്ങി. ഏകദേശം 8 മണിയാകുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ലില്ലിയെ വിളിച്ച് വിവരം പറഞ്ഞു. ലില്ലി ഇന്ന ഓഫീസിലാണ്, വേൾഡ് വിഷൻ്റെ ഓഫീസിലാണ് ടിക്കറ്റും എൻ്റെ പാസ്പോർട്ടും കൂടി ഇരിക്കുന്നത്, പോയി വാങ്ങിക്കണം. ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ ലില്ലി അവിടെ നിൽപ്പുണ്ട്. ഞാൻ ലില്ലിയോടൊക്കെ പറഞ്ഞു, ലില്ലി ഇന്ന് പോകാനൊക്കത്തില്ല, കാരണം അന്നത്തെ കാലത്ത് ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇവിടുന്ന് തരണം, എങ്കിൽ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി അത് നേരം വിളിക്കണം. ലില്ലി പറഞ്ഞില്ല. ഞാനിതെല്ലാം അന്വേഷിച്ചപ്പോൾ എമർജൻസി ആയിട്ട് പോകുന്നവർക്ക് സീനിയർ എയർപോർട്ട് ഓഫീസർക്ക് ഒപ്പിട്ട് തരാനുള്ള ഒരു അവകാശമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ ലെറ്റർ പാഡിനകത്ത് എഴുതി, സർ ഐ ആം ഗോയിങ് ഓൺ എ കോൺഫറൻസ്, ദിസ് ഈസ് വാട്ട് ഹാപ്പൻ, പ്ലീസ് ഹെൽപ്പ് അസ്, എന്നെ ഞങ്ങളെ സഹായിക്കണം, ഒപ്പിട്ട് തരണം. ഞാൻ ആദ്യം ലില്ലിക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്തു. ഇത്രയും ബുദ്ധിയോടെ കാര്യത്തോടെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ലില്ലിക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്തു. എന്നിട്ട് ലില്ലി എനിക്കായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ ഫേവർ കൊടുക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഓഫീസറുടെ അടുക്കൽ ചെന്ന് വെച്ച് പറഞ്ഞു, സാർ ഇതുപോലെയാണ് കാര്യം, ഞാൻ മദ്രാസിൽ പോയിരുന്നു, തിരികെ വന്നു, അതുകൊണ്ട് എനിക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വാങ്ങിക്കാനൊത്തില്ല, സാർ ഒന്ന് ഒപ്പിട്ടണം. തീർച്ചയായിട്ടും, എമർജൻസി പോയില്ലയോ, കോൺഫറൻസിന് പോയില്ലയോ, ഞാൻ ഒപ്പിട്ട് തരാം. അയാൾ എൻ്റെ ലെറ്റർ പാഡ് ഇങ്ങനെ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ച്, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം. അയാൾ കണ്ണാടി വെച്ചിരിക്കുന്ന മനുഷ്യൻ കണ്ണാടിക്കകത്തൂടെ എന്നെ ഒന്ന് നോക്കി. എൻ്റെയൊക്കെ പറഞ്ഞു, അപ്പം നീയാണ് ഇന്ത്യയിലുള്ളവരെയൊക്കെ ക്രിസ്ത്യാനിയാക്കുന്നില്ലേ, ഇവാഞ്ചലിക്കൽ. ഞാൻ ആരാന്നറിയാം? എൻ്റെ കുടുംബി കണ്ടോ? ഞാൻ ഉത്തർപ്രദേശുകാരൻ ബ്രാഹ്മണനാണ്. എനിക്ക് ജീവനുള്ള കാലത്തോളം നിന്നെ വിടത്തില്ല. അയാൾ പറഞ്ഞ ഇങ്ങനെയാണ്, യു വിൽ ഗോ ഓൺലി ഓവർ മൈ ഡെഡ് ബോഡി, ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. നാളെ നേരം വെളുത്തിട്ട് പോയിട്ട് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് വായിച്ചാൽ. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഫ്ലൈറ്റ് രാത്രി 2 മണിക്കാണ്. ഇനി ഞാൻ അവരുടെ ഇന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ട് കൂടെ വരുമ്പോഴത്തേക്ക്, പിന്നെ കിട്ടുന്ന പാസ് കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ അവിടുത്തെ കോൺഫറൻസ് തീരും. അതൊന്നും എനിക്കറിയണ്ട, എന്നെ കൊണ്ട് നീ പോകണമെന്നില്ല. ഞാൻ പറഞ്ഞു, താങ്ക് യു വെരി മച്ച്, ഗോഡ് ബ്ലെസ് യു. അയാൾ എൻ്റെ കൈ കയറി ഇങ്ങ് പിടിച്ച് എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ കടലാസിനും കൂടെ കയറി പിടിച്ചും വെച്ച് എൻ്റെ പറഞ്ഞു, എന്തുവാ പറഞ്ഞ്? അയ്യോ, ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും അബദ്ധം കയറി പറഞ്ഞോ. ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞത് താങ്ക് യു വെരി മച്ച്, ഗോഡ് ബ്ലെസ് യു. അയാൾ എൻ്റെ പറഞ്ഞു, നീ ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ നീ എന്നെ ശപിച്ചേനെ, നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നീ പറയാ നിൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, നീ പോയേ ഒക്കത്തുള്ളൂ. അയാൾ എളുപ്പം അതിനകത്തോട്ട് സാങ്ഷൻ എന്ന് എഴുതി എൻ്റെ പാസ്പോർട്ട് തന്നു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ 40,000 അടി ഉയരത്തിൽ വിമാനത്തിലിരുന്നുകൊണ്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കൃപ. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ അങ്ങ് ഈ ടീം തുടങ്ങിയ സമയത്ത് അപരിചിതരായ പല വ്യക്തികളും ടീമിലെ പ്രവർത്തനത്തിന് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. അതിലൊരു CSI ഒരു വൈദികൻ്റെ കഥയും ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റൊരു
അനാത്മീയനായ ഒരു സുവിശേഷകൻ, അദ്ദേഹവും അവിടെ ടീമിലേക്ക് കടന്നു വന്നു. പക്ഷേ അവരെ എല്ലാം പിന്നീട് അവരുടെ തനിനിറം വെളിപ്പെടുകയും അവരെ ടീമിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തപ്പോൾ ടീമിന് വന്നിരുന്നതായ രൂപ കൂടിയതായൊരു സംഭവം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം ബൈബിളിൽ ഒരു വാക്യം കോട്ട് ചെയ്തിരിക്കുന്നു: ഒരു ചത്ത ഈച്ച തൈലം മുഴുവൻ നാറ്റുന്നു. ഈ കള്ള പ്രവാചകന്മാരെയും കള്ള സുവിശേഷകരെയും തിരിച്ചറിയുവാനായിട്ടുള്ള പ്രത്യേക ഒരു പരിജ്ഞാനം അങ്ങ് ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരുന്നു. എനിക്കങ്ങനെ കൃപയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആളുകൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറയും ഞാൻ എന്തോ ചെയ്യണം, പ്രാർത്ഥിച്ചിട്ട് പറയാം. ഞാൻ അവരൊക്കെ പറയും എനിക്കങ്ങനെയുള്ള കൃപ തന്നിട്ടില്ല. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ട്. നിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി, നിൻ്റെ പ്രശ്നം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാതെ പ്രവചിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നിട്ടില്ല. പ്രവചിക്കാറുണ്ട്, അത് ദൈവത്തിന് ആലോചന തന്നെങ്കിലേ ഞാൻ പറയാറുള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, പാപം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ സംഘടനയിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് വന്നു. ഞാൻ അവനെ തൈര് വാങ്ങിക്കാനായിട്ട് വിട്ടു, പാല് വാങ്ങിക്കാനോ തൈര് വാങ്ങിക്കാനോ വിട്ടു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 4 അണയുടെ കുറവ്, 25 പൈസയുടെ കുറവ്. ഞാൻ ചോദിച്ചോ, പറഞ്ഞു ഇത്രേ തന്നുള്ളൂ. ഞാൻ ആ ചെറുപ്പക്കാരനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചങ്ങോട്ട് പോകുമ്പം ആ കടയുടെ അടുക്കല ചെത്തിയപ്പോൾ പറഞ്ഞു, താണ്ട് അവിടെ ഒരു ഉരുണ്ട സാധനം വരുന്നു, ഒരു ലഡ്ഡു. ഞാൻ അതുകൂടെ വാങ്ങിച്ചു തന്നതാണ്. ഞാൻ അവനെ പിരിച്ചു വിട്ടു. ലഡ്ഡു വാങ്ങിച്ചതല്ല, എന്നോട് കള്ളം പറഞ്ഞാൽ. മുമ്പ് അനാത്മികൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ മനുഷ്യനും വന്നു, എൻ്റെ സംഘടനയിലെ രൂപ ഞാൻ കുറഞ്ഞു. അയ്യോ, അടുത്ത മാസം പകുതി രൂപയെ കൊടുക്കാനത്തുള്ളൂ, എനിക്ക് സങ്കടമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നാൽ ഞാൻ കരയത്തില്ല. പക്ഷേ എൻ്റെ സുവിശേഷ വേലക്കാർക്ക് കൊടുക്കാനുള്ള രൂപ കുറഞ്ഞാൽ ഞാൻ കരയും, ഞാൻ അസ്വസ്ഥനാകും. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്തുകൊണ്ടാണ് രൂപ കുറഞ്ഞത്? ഒരു പിടിയുമില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ആ ഇടയ്ക്ക് ഞാൻ എടുത്ത ഈ സുവിശേഷ വേലക്കാരൻ്റെ ഭാര്യയല്ല അയാളുടെ ഭാര്യ, അത് വേറൊരാളുടെ ഭാര്യയാണ്. ഞാൻ ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ അയാളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മസി, അയാളുടെ പേര് മുഴുവൻ പറയത്തില്ല, മസിയുടെ വിവാഹിത ഭാര്യയാണോ ഇത്? ആന്നു. എവിടെ വെച്ചാൽ കല്യാണം കഴിച്ച്? പാകിസ്ഥാനിൽ വെച്ച്. ഇനി പാകിസ്ഥാനിൽ പോയി ചോദിക്കാനൊക്കെ. പക്ഷേ എൻ്റെ ഈ തെളിവ് കിട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നാരെ കാണാൻ പോവാ. ഞാൻ അതിനും ചോദിച്ചു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ വിവാഹിത ഭാര്യയാണോ? ആണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തെളിവ് കിട്ടിയത്. ഞാൻ പറഞ്ഞു, യു ആർ ഡിസ്മിസ്ഡ്. വെള്ളം പോലും കൊടുക്കാതെ. എൻ്റെ ഒക്കെ ചോദിച്ചാൽ എന്താ വെള്ളം പോലും തരാതെ? ഞാൻ പറഞ്ഞു, വെള്ളം വേണമെങ്കിൽ തരാം, പക്ഷേ ചായ തരത്തില്ല. കാരണം നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കള്ളം പറഞ്ഞു. ആ മനുഷ്യനെ പറഞ്ഞു വിട്ടു. അടുത്ത മാസം ഞങ്ങൾക്ക് സപ്പോർട്ട് കൂടി. അതുകൊണ്ട് പാപം ചെയ്യുന്ന ഒരുവൻ ഏറ്റു പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും, ഞാൻ അവരെ സഹായിക്കും. എൻ്റെ സംഘടനയിൽ പലരും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അവരേറ്റു പറഞ്ഞപ്പോഴെല്ലാം ഞാൻ അവരെ റീസ്റ്റോർ ചെയ്യാനായിട്ട്, കൗൺസിലിങ്ങിന് അയക്കാനായിട്ട് ചിലപ്പോൾ 1 ലക്ഷം രൂപ വരെ ചിലവാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ മകനാണെങ്കിലോ, ഞാനങ്ങനെ ചിന്തിക്കുന്നു, ആ ചെയ്ത് എൻ്റെ മകനാണെങ്കിലോ എൻ്റെ സഹോദരനാണെങ്കിലോ ഞാൻ അവനെ റിസ്റ്റോർ ചെയ്യത്തില്ലയോ? എൻ്റെ വേദപുസ്തകം അങ്ങനെയല്ലേ പറയുന്നത്? അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ ഏറ്റു പറയാൻ സമ്മതിക്കാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ ഡിസ്മിസ് ചെയ്യുന്നു. അവർ പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ നില മെച്ചപ്പെടുന്നു, ഞങ്ങളുടെ ധനസ്ഥിതിയും മെച്ചപ്പെടുന്നു. പുതിയ നിയമസഭയിലെ ദൈവമക്കൾ ദശാംശം കൊടുക്കണമെന്ന് ബൈബിളിൽ പ്രത്യേകമായ വാക്യം വല്ലതുമുണ്ടോ? അങ്ങയുടെ എല്ലാ എഴുത്തുകളിലും പ്രസംഗങ്ങളിലും ദശാംശം കൃത്യമായി കൊടുക്കണമെന്ന് വ്യക്തമായി എഴുതാറുണ്ട്. എന്താണ് അതിന് കാരണം? ഇതൊരു ആർഗ്യുമെൻ്റൽ ഡോക്ട്രിനൽ ഇഷ്യൂ ആണ്. ദശാംശം കൊടുക്കണ്ട എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ദശാംശം കണക്ക് നോക്കി കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഉണ്ട്. എൻ്റെ പാസ്റ്റർ CSIയിലെ PM തോമസ്, അദ്ദേഹം ഞാൻ രക്ഷിക്കപ്പെട്ട ആഴ്ചയിൽ തന്നെ 2-3 ദിവസത്തിനകത്ത് തന്നെ എനിക്ക് വിളിച്ചു തന്ന 5 ഉപദേശങ്ങളിലൊന്ന്, വർഗീസ് ബ്രദറെ, കണക്ക് നോക്കി വിശ്വസ്തയോടെ ദശാംശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, തേങ്ങ കിട്ടിയാൽ അതിൻ്റെ ദശാംശം, പാല് കിട്ടിയാൽ അതിൻ്റെ ദശാംശം. ഞാനും എൻ്റെ വേദപുസ്തകം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കണമെന്ന് പറയുന്നൊരു വാക്യമില്ല. പക്ഷെ എഴുതിയിട്ടുണ്ട്, നിൻ്റെ നീതി പരീശൻ്റെ നീതിയേക്കാൾ കവിഞ്ഞിരിക്കണം. പരീശൻ ചതകുപ്പയ്ക്ക് വരെ എന്ന് പറഞ്ഞാൽ കരിയാപ്പലയ്ക്ക് വരെ ദശാംശം കൊടുക്കുന്നവരാണ്. ഞാൻ എൻ്റെ വിശ്വാസികളെ, കട്രായിലെ വിശ്വാസികളെ പഠിപ്പിച്ചു. ഇടയ്ക്ക് ഞാൻ പുതിയൊരു സഹോദരനെ അങ്ങോട്ട് കട്രായിലെ സഭയിലെ പാസ്റ്ററായിട്ട് അയച്ചു, VD ജോൺ, ഇടുക്കിയിലെ നല്ല സഹോദരനാണ്. ഞാൻ ഇന്നാളിൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒക്കെ ചോദിച്ചു, അങ്കിൾ എങ്ങനെയാണ് ഇവരെ ദശാംശത്തെ പറ്റി പഠിപ്പിച്ചേ? ഇതാ ഒരു സ്ത്രീ 5 തീപ്പെട്ടി കമ്പോട് തയ്ച്ചിരിക്കുന്നു, ഒരു തീപ്പെട്ടി വാങ്ങിച്ചതാണ്, അതിൻ്റെ ദശാംശം. ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതല്ല, ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, നിൻ്റെ നീതി
സാധാരണക്കാരൻ്റെ പരീശൻ്റെ നീതിയേക്കാൾ കവിഞ്ഞിരിക്കണം. അവൻ ചതകുപ്പയ്ക്ക് പോലും ദശാംശം കൊടുത്താൽ നീയും ദശാംശം കൊടുക്കണം. ഞാൻ കൊടുക്കുന്നു, ഞാൻ 20% ദശാംശം കൊടുക്കും. പിന്നെ കഴിവ് പോലെ എൻ്റെ മക്കളെല്ലാവരും 20% അത് കവിഞ്ഞും കൊടുക്കും. എൻ്റെ കട്രായിലെ വിശ്വാസികൾ കൊടുക്കും. ഞാൻ ആളുകളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെ അടുക്കലും പറയുകയാണ്, നിങ്ങൾക്ക് എന്തെല്ലാം വരുമാനം കിട്ടുന്നോ അതിൻ്റെ എല്ലാം 10% മേൽ അവരുടെ പരീശൻ്റെ നീതിയേക്കാൾ കവിഞ്ഞിരിക്കണം. എത്ര കൊടുക്കണം? വേദപുസ്തകം പറയുന്നു, അവരവരുടെ കഴിവ് പോലെ, നിങ്ങളുടെ കഴിവ് പോലെ 10%-ലധികം കൊടുക്കണം. ദൈവം ആർക്കും കടക്കാരനല്ലാത്ത ദൈവം നിനക്ക് മടക്കിത്തരും. അല്പമായിട്ട് വിതയ്ക്കുന്നവൻ ലോഭമായിട്ട് വിതയ്ക്കുന്നവൻ ലോഭമായിട്ട് കൊയ്യും. ധാരാളമായിട്ട് വിതയ്ക്കുന്നവൻ ധാരാളമായിട്ട് കൊയ്യും. നമ്മൾ ദശാംശം കൊടുക്കേണ്ടത് നാം നിൽക്കുന്ന ലോക്കൽ സഭയ്ക്കാണോ പാസ്റ്റർക്കാണോ, അതോ സാധുജന സംരക്ഷണം, കർത്താവിന് വേണ്ടിയുള്ള വേലകൾ, അതൊക്കെ ദശാംശത്തിൽ പെടുന്നതാണ്? അച്ഛൻ എന്നെ വല്ലാത്ത വെട്ടിലാക്കുകയാണല്ലോ. ഇന്നെനിക്ക് കുറച്ചുകൂടെ ശത്രുക്കൾ ഉണ്ടാകാൻ പോവാണ്. വേദപുസ്തകത്തിൻ്റെ ഉപദേശപ്രകാരം നിൽക്കുന്ന സഭയിൽ കൊടുക്കണമെന്നൊരൊറ്റ വാക്യം പോലും പുതിയ നിയമത്തിനകത്തില്ല. ആളുകൾ എടുക്കുന്ന വാക്യം മലാഖിയിലാണ്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്. ഏതാലയം? നീ പോകുന്നിടത്ത് സിനഗോഗ്. പഴയ നിയമത്തിൽ ആലയം, പുതിയ നിയമത്തിൽ ദൈവവേല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ദൈവവേലയ്ക്ക് കൊടുക്കാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സ്വന്തം സഭ മറന്നു കളഞ്ഞും വെച്ച് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുക എന്നാണോ? അല്ല. പക്ഷേ ഇന്നടത്ത് കൊടുക്കണമെന്ന് എൻ്റെ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലുള്ളത് പോലും വാക്യമില്ല. പുതിയ നിയമത്തിൽ ആലയമില്ല. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വേലയാണ്. ദൈവത്തിൻ്റെ വേലയിൽ ഇഷ്ടമുള്ളിടത്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ സഭയെ നീ തള്ളിക്കളയരുത്, മറന്നു കളയരുത്, ത്യജിച്ച് കളയരുത്. ഇന്ത്യയിലുള്ള മിഷൻ ലീഡേഴ്സിൽ ഏറ്റവും കൂടുതൽ എഴുതുന്ന വ്യക്തി അങ്ങാണ്. എത്രയെത്ര പുസ്തകങ്ങൾ, എത്രയെത്ര പതിപ്പുകൾ. എനിക്ക് തോന്നുന്നത് പെരുമ്പടവ ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ അത് 1,00,000 കോപ്പി കവിഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ്. വേറെ മറ്റു പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ അധികം പതിപ്പുകൾ അങ്ങയുടെ ഓരോ പുസ്തകങ്ങളുടെയും കോപ്പികൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ തിരക്കേറിയ ഈ സുവിശേഷ യാത്രയിൽ ഇതിനുള്ള സമയം എങ്ങനെയാണ് കണ്ടത്? സമയം ഉണ്ടാകുന്നില്ല, സമയം ഉണ്ടാക്കുകയാണ്. മറക്കരുത്, സമയം ഉണ്ടാകുന്നില്ല. ഒരു സ്നേഹിതനെ കാണാൻ സമയം ഉണ്ടാക്കുകയാണ്. അമ്മയപ്പനെ കാണാൻ സമയം ഉണ്ടാക്കുകയാണ്. ആരാധിക്കാൻ സമയം ഉണ്ടാക്കുകയാണ്. വേദപുസ്തകം പഠിക്കാൻ സമയം ഉണ്ടാക്കുകയാണ്. പുസ്തകം എഴുതാനും സമയം ഉണ്ടാക്കുകയാണ്. നല്ല 3-4 പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രസ്സിലാണ്, അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലാസിൻ്റെ പൈസ അച്ചടിക്കാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരടിക്കുന്നതായിരിക്കും. അപ്പം ഉണ്ടാക്കിയെടുക്കും, സമയം ഉണ്ടാക്കിയെടുക്കും. ഈ വർഷത്തിൽ തന്നെ 3 പുസ്തകം എഴുതുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രൂത്ത് പുറകിൽ വരും, പുറത്തു വരും മാർച്ച് മാസത്തിൽ. ഫേവർ മാർച്ച് മാസത്തിൽ പുറത്തു വരും. പിന്നെ വേറെ കുറേ പുസ്തകങ്ങളൊക്കെ ഇരുന്ന് എഴുതണം ഈ വർഷത്തിൽ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ല പുസ്തകങ്ങൾ പുറത്തു വരട്ടെ. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ അതിമനോഹരമായ ഒരു കുടുംബമാസികയായിരുന്നു സമാധാനം. അതിനോട് തുലനം ചെയ്യുവാനോ കിടപിടിക്കുവാനോ കഴിവുള്ള മറ്റൊരു മാസിക ക്രൈസ്തവ ലോകത്ത് ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാനും അതിൻ്റെ പത്രാധിപ സമിതിയിൽ കുറേ നാൾ അംഗമായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ പെട്ടെന്ന് അതിൻ്റെ പബ്ലിക്കേഷൻ നിലച്ചുപോയി. ഇന്നും പല ആൾക്കാർ എന്നെ കാണുമ്പോഴൊക്കെയും ചോദിക്കാറുണ്ട്, എന്തിനാണ് സമാധാനം സ്റ്റോപ്പ് ചെയ്തത്? അതിൻ്റെ സ്ഥാപകനായ അങ്ങയിൽ നിന്ന് അതിനുള്ള മറുപടി ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറയുന്നത് പലരും ശരിയായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം നല്ലതുപോലെ നടന്നുകൊണ്ടിരുന്ന ഒരു മാസിക എന്തുകൊണ്ട് നിന്നു? എൻ്റെ ബേബിയായിരുന്നു, എൻ്റെ കുഞ്ഞായിരുന്നു സമാധാനം, സമർപ്പണം, ഫെയ്ത്ത് ടുഡേ. 3 എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു, എൻ്റെ സ്വപ്നമായിരുന്നു. മാത്രമല്ല, എനിക്ക് 3 എഡിറ്റോറിയലിനകത്തൂടെ മൊത്തം ക്രിസ്തീയ സമൂഹത്തെ എനിക്ക് സ്വാധീനിക്കുവാൻ കഴിയുമായിരുന്നു. ഒരു വിഷയം എനിക്ക് കൊടുക്കും. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 25 വർഷത്തിനും 30 വർഷത്തിനു മുമ്പ് ഞാൻ എഴുതിയാണ്, ഒരാൾ മരിക്കുമ്പോൾ അവരുടെ തൊലിയൊക്കെ ദാനം ചെയ്യണം, അവരുടെ കണ്ണുകൾ ദാനം ചെയ്യണം, അവരുടെ രക്തം ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യണം. അന്നൊന്നും ആരും ക്രിസ്ത്യാനികളാരും പറയാത്ത ഒരു കാര്യമാണ്. ഒരു വിധവയുടെ വിവാഹം 2ാമത് നടത്തി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ എഴുതുവാൻ എനിക്ക് സാധിച്ചു. പക്ഷേ പെട്ടെന്നാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒരു നിയമമില്ല അവർ പറഞ്ഞത്, അടുത്ത മാസം തൊട്ട് മാസികകൾ എടുക്കണമെങ്കിൽ ഓരോ പിൻകോഡിലെയും പ്രത്യേകിച്ച് കെട്ടിക്കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ 7000 സമാധാനം പോസ്റ്റ് ചെയ്യാൻ കൊണ്ട് ചെല്ലുമ്പോൾ 7000 മാസിക 10,000 പിൻകോഡിലാണെങ്കിൽ ഞാൻ ഈ 7000 വേറെ വേറെ കെട്ടുകളായിട്ട് കെട്ടണം. അപ്പോൾ ഞാൻ 2-3 പേരെ കൂടെ പിന്നെയും എടുക്കണം. അപ്പോൾ അതിന് പിന്നെ ഞാൻ കുറച്ചുകൂടെ നഷ്ടത്തിലാകും.
പിന്നെ എൻ്റെ എഡിറ്ററായിരുന്ന തോമസൺ എന്ന് പറയുന്ന സഹോദരൻ പോയതും എനിക്ക് വലിയൊരു എൻ്റെ കൈ ഒടിഞ്ഞതുപോലെ ആയിപ്പോയി. അപ്പം 2+2 makes 4 എന്ന് പറഞ്ഞതുപോലെ ഈ പോസ്റ്റ് ഓഫീസുകാരുടെ നിസ്സഹകരണം അതെന്നെ നിർബന്ധിതനാക്കി മാസിക നിർത്തുവാൻ. എനിക്കതിനകത്ത് ദുഃഖമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, പോസ്റ്റ് ഓഫീസുകാരുടെ നിസ്സഹകരണം അതാണ് വാസ്തവത്തിൽ അതിൻ്റെ സത്യം. അതാണ് ഏത് പരിസ്ഥിതികളിലും PG അങ്കിൾ സുസ്മരവദനായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങയുമായി പരിചയപ്പെട്ട ഈ നിമിഷം വരെ അങ്ങ് കോപിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഇനിയും വീട്ടിലങ്ങനെ ചെറിയ സംഭവം കോപം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങ് കോപിച്ചത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഒരു പ്ലസൻറ്റ് ഫേസാണ്. ഇന്നും ഗൾഫിൽ നിന്നൊരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിശേഷം തിരക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ PG അങ്കിളിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് അവരെ എന്നെ വിളിച്ച് പറഞ്ഞു ഐ ലൈക്ക് ഹിസ് ഫേസ് എന്നാണ്, ഒരു ഗ്ലോറിയസ് ഫേസ് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു പ്രസന്നത, ഒരു സുസ്മരവദനായി ഇരിക്കുവാനായിട്ട് അതിൻ്റെ കാരണം എന്താണ്? ദൈവം തന്ന ഒരു കൃപയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതുകൂടാണ്. കാരണം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, സ്പർജൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹത്തെ പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പാസ്റ്റർമാർ റെഫർ ചെയ്യുന്ന പുസ്തകം അദ്ദേഹത്തിനായിരുന്നു. വളരെ വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. അദ്ദേഹം തൻ്റെ ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ ചിരിക്കണം, നരകത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങളുടെ സാധാരണ മുഖഭാവം മതി. ഞാനും അങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ നരകത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങളുടെ സാധാരണ മുഖഭാവം. പക്ഷേ ഞാനൊരിക്കലും നരകത്തിൻ്റെ മുഖഭാവമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിരിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു ജോക്ക് ഇമെയിലായിട്ട് പോലും അയക്കാറുണ്ട്. എനിക്കും വരാറുണ്ട്, ഞാനും ചിരിക്കുന്നു. ഡോക്ടർ PG വർഗീസിൻ്റെ മിഷണറി ഗാഥ ഇവിടെയും അവസാനിക്കുന്നില്ല. തുടർന്നുള്ള എപ്പിസോഡിൽ വീണ്ടും അദ്ദേഹവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ സർവശക്തനായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.